ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രാഫ്റ്റി ഡൂഡിൽസ്. ഇന്ന് നമുക്ക് ഒരു 7 ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ് ചെയ്താലോ. ആദ്യം ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത ഒരു 10 പേപ്പർ ഞാൻ എടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ടു ഡു ലിസ്റ്റാണ്. ആദ്യം ഈ 10 പേപ്പറിനും ലൈറ്റ് കളർ പെയിൻറ് അടിച്ചു കൊടുക്കണം. ഞാനിവിടെ യെല്ലോ കളർ പെയിൻ്റാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ എല്ലാ പേപ്പറിലും ഈ യെല്ലോ കളർ പെയിൻറ് അടിച്ചു കൊടുക്കണം. ഈ പേപ്പറുകളിലെല്ലാത്തിലും പെയിൻറ് അടിച്ച് ഉണക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് ഒരു ബ്ലാക്ക് ഇങ്ക് പേനയുണ്ട് ഇവിടെ ടു ഡു ലിസ്റ്റ് ഒന്ന് എഴുതി കൊടുക്കാം. എന്നിട്ട് എഴുതി കൊടുക്കാം. ഇതുപോലെ എല്ലാ പേപ്പറിലും ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ടു ഡു ലിസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്കൊരു പൗച്ച് ഉണ്ടാക്കാം. ഒരു സിമ്പിൾ പൗച്ച് ഉണ്ടാക്കാം. ആദ്യം ഒരു കളർ പേപ്പർ എടുക്കാം. എന്നിട്ട് ഈ 2 സൈഡും ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ മാർക്ക് ചെയ്ത പേപ്പറിൽ അവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഈ പേപ്പറിൽ കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഈ 2 സൈഡും ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് ഈ ഭാഗത്ത് ഗ്ലൂ തേച്ച് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ തേച്ച് ഉണക്കാൻ വയ്ക്കാം. ഇവിടെ ഗ്ലൂ തേച്ച് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെയും ഗ്ലൂ തേച്ച് കൊടുക്കുക. ഇവിടെയും ഗ്ലൂ തേച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ലോക്ക് പോലെ ആകും. ഇനി ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഈ പേപ്പർ ആവശ്യമില്ല. ഇങ്ങനെ എച്ച് വരുന്ന ഈ ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ മടക്കി വയ്ക്കാം. അപ്പോൾ നമ്മുടെ പൗച്ച് റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ഓപ്പൺ ചെയ്താൽ ഉള്ളിൽ പേനയും പെൻസിലൊക്കെ ഇടാം. അപ്പോൾ നമ്മുടെ പൗച്ച് റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ പേനയും പെൻസിലും ഇട്ടിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ അടച്ചു കൊടുത്താൽ നമ്മുടെ പൗച്ച് റെഡിയായി. നമുക്ക് സ്കൂളിലേക്ക് എവിടേക്കാണെങ്കിലും കൊണ്ടുപോകാം. ഇനി അടുത്തത് നമുക്ക് ബുക്ക് മാർക്ക് ഉണ്ടാക്കാം. അതിനായി ഈ കല്യാണ പത്രികയിലൊക്കെ കിട്ടുന്ന ഈ കാർഡിൻ്റെ ഈ പാറ്റേൺ പേപ്പർ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെ നിങ്ങൾക്ക് വേണ്ട ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഞാൻ റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് കട്ട് ചെയ്യുന്നത്. ഞാൻ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ട ഷേപ്പിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഈ മോൾ ഭാഗത്തിൽ ഞാൻ ഇവിടെ ഒരു ഹോൾ ഇടുന്നുണ്ട്. ഇതിങ്ങനെ ഒരു ഹോൾ ഇടുന്നുണ്ട് ഇതിൻ്റെ മേൽഭാഗത്ത്. ഞാനിവിടെ സെയിം സൈസിലുള്ള 2 ത്രെഡ് എടുത്തിട്ടുണ്ട്. അതിനെ ഇങ്ങനെ വെച്ച് നമ്മുടെ ഈ ബുക്ക് മാർക്കിൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് കെട്ടിക്കൊടുക്കാം. നമ്മുടെ ബുക്ക് മാർക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ബുക്ക് മാർക്കും നമ്മുടെ പേര് എഴുതി കൊടുക്കാം.
നമ്മുടെ പേരും ബുക്ക് മാർക്കും എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ബുക്കിൻ്റെ ഇടയിലൊക്കെ വെച്ച് സ്കൂളിലൊക്കെ കൊണ്ടുപോകാം. ഇനി അടുത്ത് നമുക്ക് നെയിം സ്ലിപ്പ് ഉണ്ടാക്കാം. നെയിം സ്ലിപ്പ് ഉണ്ടാക്കാൻ ഇത് നിങ്ങൾക്ക് എത്ര നെയിം സ്ലിപ്പ് വേണം അത്രയും ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഞാൻ 3 ഉണ്ടാക്കുന്നുള്ളൂ. ഇതുപോലെ 3 പേപ്പർ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അതിൽ ഈ ഒരെണ്ണത്തിൽ ഈ ഭാഗത്തായി സ്റ്റിക്കർ ഒട്ടിക്കാം. എന്നിട്ട് നെയിം, ക്ലാസ്, ഡിവിഷനൊക്കെ എഴുതാം. പക്ഷെ ഞാനിവിടെ സ്റ്റിക്കർ ഒട്ടിക്കുന്നില്ല. ആദ്യം ഈ പേപ്പറിൽ ബോർഡർ 4 സൈഡും ബോർഡർ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ബോർഡർ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ബോർഡർ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ബോർഡർ ഇട്ട് കൊടുക്കാം. 3 ടൈപ്പിൽ എങ്ങനെ വേണമെങ്കിലും ബോർഡർ ഇട്ട് കൊടുക്കാം. ഇനി ഈ പേപ്പറിൽ നെയിം, ക്ലാസ്, ഡിവിഷൻ, റോൾ നമ്പർ, സ്കൂൾ എഴുതി കൊടുക്കാം. ഇങ്ങനെ എല്ലാ പേപ്പറിലും എഴുതി കൊടുക്കാം. നമ്മളിങ്ങനെ 3 പേപ്പറിലും ചെയ്തിട്ടുണ്ട്. നമ്മുടെ നെയിം സ്ലിപ്പ് റെഡിയായി. നമുക്ക് അടുത്തത് ഈ സ്കെയിലിലൊന്ന് കളർ അടിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ വരച്ചു കൊടുക്കാം. ഞാനിവിടെ ഗ്രീൻ കളർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഇങ്ങനെ ഗ്രാസ് നിൽക്കുന്ന പോലെ വരച്ചു കൊടുക്കാം. ഞാൻ ഇതുപോലെ ഈ സ്കെയിലിൽ ഗ്രാസ് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ. ഇനി ഇത് ഉണങ്ങിയതിന് ശേഷം ഞാനിവിടെ ബ്ലൂ കളറാണ് എടുത്തിരിക്കുന്നത്. ഇത് ഉണങ്ങിയതിന് ശേഷം ഈ സ്കെയിലിൻ്റെ മേലെ ഈ ബ്ലൂ കളർ അടിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ ഗ്രീൻ കളറ് ഈ ബ്ലൂവിൻ്റെ കൂടെ ഒന്ന് ബ്ലെൻഡാക്കി വിടാം. ഈ ബ്ലൂവിൻ്റെ കൂടെ ഒന്ന് ബ്ലെൻഡാക്കി വിട്ടിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ നോക്കുമ്പോൾ ഒരു രാത്രിയായ പോലെ ഒരു ഫീലിംഗ് ഉണ്ടാവും. ഇനി ഇത് ഉണങ്ങിയതിന് ശേഷം ഇത് വെച്ച് ഇങ്ങനെ മെഷർമെൻ്റ് ഒക്കെ എടുക്കുക. ഇനി അടുത്തത് നമുക്ക് ഒരു ടൈം ടേബിൾ ചാർട്ട് ഉണ്ടാക്കാം. ടൈം ടേബിൾ ചാർട്ട് ഉണ്ടാക്കാൻ ഞാൻ ഇതുപോലത്തെ ഒരു ചാർട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ കോളം ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഒരു 9 കോളം ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ കോളം ഇട്ടിട്ടുണ്ട്. ഇനി ഇങ്ങനെ ഒരു 7 കോളം ഇടാം. ഇങ്ങനെ കോളമാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഡേയ്സ് എഴുതി കൊടുക്കാം. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, ഫ്രൈഡേ ഇങ്ങനെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഇങ്ങനെ ടൈം ടേബിൾ, സബ്ജക്റ്റ് ഇങ്ങനെ എഴുതി കൊടുക്കാം. നമ്മൾ ഇത്രയും ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റാണ് ഇന്ന് ചെയ്തത്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. നമ്മൾ ഇത്രയും ക്രാഫ്റ്റാണ് ഇന്ന് ചെയ്തത്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.